എല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞാൽ യു ആർ ഫ്രീ. പിന്നെന്താ പ്രോബ്ലം? ഞാൻ ഫ്രീ ആവും. പക്ഷെ ആ പെണ്ണിന്റെ കാര്യോ? ഒരു തുമ്പും കിട്ടാത്ത കേസില് ലത ഇത്രയും തെളിവുമായിട്ട് പോലീസിനെ സമീപിച്ചാൽ അവരവളെ വെറുതെ വിടുവോ? എത്രയൊക്കെയായാലും നമ്മുടെ പോലീസല്ലേ, നല്ല മക്കളാണ്. വാദ്യ പ്രതിയാകാൻ എത്ര നേരം വേണം വക്കീലേ? തന്റെ സുഹൃത്തല്ലേ പീറ്റർ? എല്ലാവരും പീറ്റർ ആണോന്നില്ലല്ലോ, അവന്റെ മുകളിലും ഇല്ലേ ഓഫീസേഴ്സ്? അതും ശരിയാ. ഒരു കാരണവുമില്ലാതെ തന്നെ പോലീസ് പത്രങ്ങളും ചേർന്ന് വേണ്ടാത്തൊക്കെ കുത്തിപ്പൊക്കും. അപ്പൊ അല്പം പുകയോടെ ഉണ്ടെ പിന്നെ ചോദിക്കാനുണ്ടോ? അതോടെ രോഗിയെ അവളുടെ അച്ഛനെയും കുടുംബത്തെയും നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തെയും ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ലത പോലീസിനോട് തുറന്നു പറയാമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് മടിച്ചത്. ഇനി ഒരു പക്ഷേ അവൾ ഏതെങ്കിലും തരത്തിൽ ക്രൈമുമായി, അല്ല എന്റെ ഒരു സംശയമാ, ആ ആംഗിളിൽ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് അവളുടെ ഉള്ളെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോലീസിനോട് പറയാമെന്ന് പറഞ്ഞത്. അല്പമെങ്കിലും ഗിൽറ്റി ആണെങ്കിൽ പോലീസിനോട് പറയാമെന്ന് അവൾ സമ്മതിക്കുമോ? അത് ശരിയാ. ഇനി എന്താ ഒരു പോംവഴി? എത്ര നാൾ അവരിൽ നിന്ന് ഒളിച്ചു വെക്കും? തൽക്കാലം പോലീസിന് എന്നെയാ സംശയം. എന്നിൽ കൂടി അവർക്ക് ലതയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ പിന്നെ ഞാൻ സൂക്ഷിച്ചാ പോരെ. ഹലോ, ആ ഉണ്ട്. റോസ്മേരിയ? ഹലോ, ആ ഞാൻ എന്താ? മാലിനി ഫോൺ ചെയ്തിരുന്നു, സാറിനെ അത്യാവശ്യമായിട്ട് കാണണം, 3 മണിക്ക് ഓഫീസിൽ വരുമെന്ന്. ആ ശരി, ഞാൻ എത്തിക്കോളാം. ആരാ? എന്താ കാര്യം? 3 മണിക്ക് ലതയുടെ അനിയത്തി മാലിനി എന്നെ കാണാൻ വരുന്നു. എന്തിനാ? അവൾക്കെന്താ പ്രോബ്ലം? എല്ലാവർക്കും പ്രോബ്ലം തന്നെയാണ് വക്കീലേ. ഏതായാലും നല്ല ക്ലയന്റിനെയാണ് എന്റെ അടുത്തേക്ക് വിട്ടത്. ഇനി ഇതുപോലെ കുരിശു വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേരെ, മടിക്കണ്ട. അതിന് മാലിനിയെ തന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഞാനല്ലടോ. ശരി, വരട്ടെ. ക്യാപ്റ്റൻ സാറേ, വിശ്വാമിത്രന്റെ തപസ് ഇളകുവോ? വേല മനസ്സിലിരിക്കട്ടെ വക്കീലേ. ഇതിലും വല്ലേ പെരുന്നാൾ വന്നിട്ട് ബാബ പള്ളി പോയിട്ടില്ല, പിന്നല്ലേ ഇത്. ഇപ്പൊ വരും. എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ആണെങ്കിൽ. ക്യാപ്റ്റൻ വന്നല്ലോ. മാലിനി പോവാതെ ഞാൻ പിടിച്ചു നിർത്തുകയായിരുന്നു. എന്താ മല്ലേ, വരൂ. നീ എങ്ങോട്ടാ? അല്ല, ഡിസ്കഷൻ വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ വിളിക്കാം. വാ. എല്ലാവർക്കും പറയാൻ രഹസ്യങ്ങളേ ഉള്ളൂ. അല്ല, എന്നോട് ആർക്കും ഒന്നും പറയാനില്ലേ? എന്തോ? ഒന്നുമില്ല. ആരാ അത്? തോന്നിയതായിരിക്കും. സുരേഷ് ഇന്നലെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ എന്താ കാരണം? നിങ്ങളുമായിട്ട് ബാറിൽ വെച്ചുണ്ടായ സംഭവത്തെ പറ്റി ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു. അത് കേൾക്കേണ്ട താമസം. എന്റെ നേർക്ക് ഒറ്റ ചാട്ടമാ. പിന്നെ തുടങ്ങിയില്ലേ ബഹളം. ചേച്ചി വന്നപ്പോ ചേച്ചിയുടെ നേർക്കായി. അയാളെ കൊല്ലാൻ ഞാനും ചേച്ചിയും കൂടെ നിങ്ങളെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണെന്ന്. സുരേഷ് പിന്നെന്തൊക്കെ പറഞ്ഞു? ഞങ്ങളെയൊക്കെ കമ്പി എണ്ണിക്കാൻ അയാൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന്. കുടിച്ച് ലക്കില്ലാതെ അയാൾ വല്ലതും പറയുന്നതല്ലേ? അതല്ല കാര്യം. അത് കേട്ടപ്പോ ചേച്ചി എന്തോ വല്ലാതെ ഭയപ്പെടുന്ന പോലെ തോന്നി. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. തീർച്ചയായിട്ടും ചേച്ചി എന്നോട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ദയവായിട്ട് അതെന്നോട് പറയണം. സുരേഷ് എവിടെയാ താമസിക്കുന്നത്? നമ്പർ 27 ഫസ്റ്റ് അവന്യൂ, പ്രഭാത് നഗർ. എന്തിനാ? എനിക്ക് സുരേഷ് ഒന്ന് കാണണം. അതിനുശേഷം ഞാൻ എല്ലാ മാലിനോട് പറയാം. എന്തിനാ സുരേഷിനെ കാണുന്നത്? പേടിക്കണ്ട, ഞാൻ ആരുടെ മെക്കിട്ടൊന്നുമില്ല. അയാൾക്ക് ഫോണുണ്ടോ? ഉണ്ട്, 363211. ഞാൻ വരട്ടെ. ആ, ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്തോന്നു? അഗാധ പ്രേമം. വീട്ടിലെ ഡ്രൈവറുടെ പേരെന്താ? രാജു. പക്ഷെ അയാളിപ്പോ ജോലിയിലില്ല. ഇല്ലേ? എവിടെ പോയി? 2 ദിവസം മുമ്പ് പിരിഞ്ഞുപോയി. എന്താ ചോദിച്ചത്? അയാൾ എവിടെ താമസം? അറിഞ്ഞൂടാ. എന്താ കാര്യം? ആരാ അയാൾ അവിടെ ആക്കിയത്? സുരേഷാ റെക്കമെൻഡ് ചെയ്തത്. അച്ഛൻ ജോലിക്ക് വെച്ചു. സുരേഷ് റെക്കമെൻഡ് ചെയ്ത്? പിരിഞ്ഞുവരെന്താ കാരണം? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അയാളുടെ ചുറ്റുപാടുകളെ കുറിച്ച് മാലിക്കൊന്നും പറഞ്ഞൂടെ? ഇല്ല. ആ, അയാളുടെ അനിയത്തിയോ മറ്റോ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്യുന്നതായി പറഞ്ഞ ഓർമ്മയുണ്ട്. ഏത് സ്റ്റോറിൽ?
ഞാൻ വീട്ടിൽ പോയി ആരോടെങ്കിലും ചോദിച്ചിട്ട് വിളിച്ചു പറയാം. വരട്ടെ. ഓക്കെ. എന്ത് പറ്റിടാ? താൻ എങ്ങനെയാണ് ഇഷ്ട രണ്ടിനെയും കൂടി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? രണ്ടിനെയും കൂടെ നിനക്കാരെ വട്ടുണ്ടോ? വട്ടോ? അത് ആർക്കാണെന്ന് ഉടനെ തന്നെ മനസ്സിലാവും. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ. എന്റെ പൊന്നുമോനെ ആവശ്യമില്ലാത്ത സ്വപ്നം കാണല്ലേ. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. റോസ്മരി ഡാർലിംഗ്, Yes, sir. ഇവൻ ആവശ്യമില്ലാത്ത സ്വപ്നം കാണുന്നുണ്ടോ എന്ന് നോക്കണം. ഏറ്റു. ഓക്കെ സർ. റോസ്മേരി, എന്തോ? ഒന്നുമില്ല. അയ്യോ, രാജു, രാജു, നീ എന്തിനാ എന്നെ കണ്ട ഓടിയത്? എന്നെ തല്ലരുത്, പറയാം. നീ പറ. പേടിച്ചിട്ടാ ഓടിയത്. എന്തിനാ പേടിച്ചത്? സാറ് പോലീസല്ലേ? പോലീസിനെ നീ എന്തിനാ പേടിക്കുന്നത്? അത് പറടാ, എന്തിനാ പേടിക്കുന്നതെന്ന്. ഞാൻ കൊല്ലപ്പെട്ട രാജിയുടെ മാമയായിരുന്നു. അതിന് പോലീസിനെ എന്തിനാ നീ പേടിക്കുന്നത്? നീയാണോ രാജിയെ കൊന്നത്? അല്ല സാർ. പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. നീ എന്തിനാ ജോലി വിട്ടു പോയത്? രാജി വഴിയാ ഞാൻ സുരേഷ് സാറിനെ പരിചയപ്പെട്ട് അദ്ദേഹമാണ് എനിക്ക് ആ വീട്ടിൽ ജോലി വാങ്ങി തന്നത്. രാജി മരിച്ചു എന്നറിഞ്ഞതോടുകൂടി പോലീസ് എന്നെ അന്വേഷിച്ചു വരുമെന്ന് കരുതി സുരേഷ് സാർ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നീ എന്തിനാണ് ഞാനും ലതയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞെന്ന് കേട്ടത്? സാറ് രാജിയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി. നീ അല്ലേടാ അന്ന് രാത്രി എന്നെ ആക്രമിച്ചത്? ഞാനോ?
എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? ഇല്ല. ഒന്ന് റോ- ഹലോ, ഒരു 10,000 റുപ്പീസ് വേണമല്ലോ. 2 ദിവസം മുമ്പല്ലേ ചേച്ചിയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിയത്? അതെ, അത് തീർന്നു പോയി. ബില്ല് കെട്ടാത്തോണ്ട് എന്റെ ഫോൺ ഡിസ്കണക്ട് ചെയ്തിരിക്കുക. ഫോൺ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അത് തീരുമാനിക്കുന്നത് നീയാണോ? എന്ത് പറഞ്ഞാലും ശരി, ഇവിടുന്ന് പൈസ ഇനി കിട്ടൂല. ഞാൻ വാങ്ങും, നിനക്ക് കാണണോ? ഇത് കുറെ കേട്ടതാ. ചുമ്മാ ഓലപ്പാമ്പ് കാണിച്ച് ആളെ പേടിപ്പിക്കല്ലേ. പേടിപ്പിക്കാനല്ല, നിന്നെയൊക്കെ കരയിക്കാൻ എനിക്കറിയാം. എല്ലാത്തിനും ഞാൻ കമ്പി എണിക്കും, കാണണോ? ഇത് കുറെ പ്രാവശ്യമായല്ലേ പറയുന്നു. ആണുങ്ങളായ പ്രവർത്തി. ആ, ഒരു 10,000 രൂപ വേണം, അത്യാവശ്യം. ഞാൻ തരാത്ത ചേച്ചി തരുമോ? മല്ലി, നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ചേച്ചിയാ ചോദിക്കുമ്പോ കാശ് കൊടുത്ത് ഇത്രയും വഷളാക്കിയത്. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം ഒറ്റ പൈസ തരൂല, തീർച്ച. എന്നാ നീ കണ്ടോ, കരഞ്ഞ് കരഞ്ഞ് നീ എന്റെ കാല് പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. അതാ നല്ലത്. മല്ലി, ആ, നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടുവച്ചു. ആ, എന്തായി ചികിത്സ? ചികിത്സിച്ച് തീർന്നോ? കുളിപ്പിച്ച് ഇല്ലാതാക്കുവോ? എന്താ അവൻ പറയുന്നത് സരോജിനി? ഒന്നുമില്ല, അത് പതിവ് പോലെ തന്നെ. അതല്ല, അവൻ വേറെന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. വർക്കി, എന്തോ? ആ വാതിലടച്ചേര്. സുരേഷ്, 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 സുരേഷ്. സുരേഷ്, എക്സ്ക്യൂസ് മീ, Yes? ഇവർക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. DVSP വന്നിട്ട് പോവാം. ഞങ്ങൾ ഇവിടെ ഇരിക്കാം. മിസ്റ്റർ മേനോ പൊയ്ക്കോട്ടെ. ഹീസ് ഹാർട്ട് പേഷ്യന്റ്. ശരി. എന്നാ മേനോ സാർ പൊയ്ക്കോളൂ.
ആ എടുത്തോ. CI പീറ്റർ എവിടെ? ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കാം. സാറും കൂടെ പോയിട്ടുണ്ട്. ഓ, ശവത്തിന് കാവലിക്കാൻ അവനെ കൊള്ളുള്ളൂ. പാവതികളിരിക്കൂ. താനുണ്ടായിരുന്ന എവിടെ? ആ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കൊലപാതകം നടന്നു, അത്രേ ഉള്ളൂ. ആ, ആരാ മരിച്ചത്? സുരേഷ് ഇവരുടെ ഒരു കസിനാ. നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങളുടെ പേരെന്താ സിസ്റ്റേഴ്സ്? പേരില്ലേ? അതൊക്കെ അവർ CIയോട് പറഞ്ഞു കഴിഞ്ഞു. നോ നോ, എന്നോടാ പറയേണ്ടത്. ഐ ആം സീനിയർ ഓഫീസർ. പേര് പറഞ്ഞേ. എന്റെ പേര് ലത, ഇവളെന്റെ അനിയത്തി മാലിനി. കൊല്ലപ്പെട്ടയാൾ ഏത് വഴിക്കാ നിങ്ങളുടെ കസിൻ? അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ. ഈ സുരേഷിന് ആരൊക്കെയുണ്ട്? ആരുമില്ല, ഒറ്റ മകനാ. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്താ ബിസിനസ്? എല്ലാം വിശദമായി CS സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ. ടെൽ മീ, എന്താ ബിസിനസ്? എസ്റ്റേറ്റ് ഉണ്ട്. ആ, അത് ശരി. അപ്പൊ ഭാഗം വെക്കാത്ത സ്വത്ത് ചേട്ടന്റെ മകൻ ഷെയർ ചോദിച്ചു, ഇളയച്ചൻ കൊടുത്തില്ല, വഴക്ക്, കൊല. ഇറ്റ് ഈസ് സോ സിമ്പിൾ. സാർ, ഇവരുടെ അച്ഛൻ കുറെ കാലമായി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് കിടപ്പിലാണ്. ഞാൻ തന്നോട് ചോദിച്ചില്ല, തനിക്ക് വല്ല അറ്റാക്ക് വന്നിട്ടുണ്ടോ? കുറെ നേരെ ചൊറിഞ്ഞു ചൊറിഞ്ഞു നിൽക്കണേ. ആ, താ ഒരു കാര്യം ചെയ്യും. ഒരു ഡമ്മി ടെസ്റ്റ് അറേഞ്ച് ചെയ്യാ. ഒരു ഡമ്മി വെറുതെ മുകളിലേക്ക് എറിയാ, ഒരു ഡമ്മി താഴ്ത്തിക്കിട. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒരു ചെറിയ സ്കെയിൽ വെച്ച് അളക്കുക. അത് എത്രയാണോ അതായിരിക്കും കൊലപാതകയുടെ വയസ്സ്. താൻ നോക്കണ്ട, ഡമ്മി ടെസ്റ്റ് ഞാൻ തെളിയിക്കും. നിങ്ങൾ എന്ത് കുന്തം വേണം തെളിയിക്ക്. താൻ ആരെ വയലോട് നോക്കിക്കണേ. പോയി ഡമ്മി തയ്യാറാക്ക്, ഇല്ലെങ്കിൽ തന്നെ ഞാൻ മുകളിൽ താഴ്ത്തിക്കിടും. ശരി. ചെല്ലിടും.